ശരിക്കും സ്റ്റീലല്ലല്ലോ അത്? ആ ഇരുമ്പ് തന്നെ. ഇപ്പോഴത്തെ സ്റ്റീലൊക്കെ ഒന്നും പിടിക്കൂല. എങ്ങനെ അവർ വെൽഡ് ചെയ്യണമെന്നാണ് നൈസായിട്ട്. അപ്പോൾ കർണാടകയിൽ നിന്ന് നമ്മൾ വെൽഡിങ് നടത്തുമ്പോൾ കർണാടക ചെറിയൊരു കാര്യം പറഞ്ഞു. എടാ ഇത് അങ്ങനെ കറക്റ്റ് സ്റ്റീലല്ല, ഇരുമ്പിനൊരു കോട്ടിങ് ചെയ്താണ്. അപ്പോൾ ചെറിയ ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരുമ്പിൻ്റെ ചെറിയൊരു ലക്ഷണമുണ്ട്. അപ്പോൾ പറ്റുമെങ്കിലും നീ ഒന്ന് പെയിൻ്റ് അടിക്കാനാക്കുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ മുന്നേ ഒരാവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പിന്നെ സ്പ്രേ പെയിൻ്റാണ്. അപ്പോൾ അത് ടോട്ടൽ എല്ലാ സ്ഥലത്തും കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുള്ള ലൈറ്റായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും കവറാവുന്നില്ല പ്രതീക്ഷയാണ്. വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന, അപ്പം ഇതിനിടയിൽ പോലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം കറക്റ്റായിട്ട് വളരെ നൈസ് ലെയറായിട്ട് പിന്നെ കിട്ടുന്ന രീതിയിലാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ സൈഡ് ഒരു സൈഡ് കാണുന്ന ഭാഗത്തെ കംപ്ലീറ്റേഷൻ കവറായിട്ടുണ്ട്. ഇനിയിപ്പം മറ്റേ ഭാഗം കൂടി അടിക്കണം. അപ്പോൾ അത് കുറച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തു വെക്കുക. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയും കൂടെ അടിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ബാലൻസ് ഉണ്ടാവുമോ നോക്കാം. അപ്പോൾ ഇതൊന്ന് കവറാവട്ടെ, ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് കാത്തുക്കാം. തമ്മിൽ തകൃതിയായിട്ട് മരമുറി നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ചിലപ്പം ഇതിൻ്റെ വോയിസിന് ചിലപ്പം ബാധിക്കാൻ സാധ്യതയുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റ് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ ചില പോർഷൻസ് നമ്മൾ പുറത്ത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വിട്ടിട്ടുണ്ട്. ബാക്കി ഏകദേശം സ്ഥലത്തെല്ലാം പിന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ അടിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം സ്പ്രേ പെയിൻറ്റ് കഴിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. പോരെ. അപ്പം താഴെയും ചില ഏരിയകളിൽ പെയിൻറ്റ് കറക്റ്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടാന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും തൽക്കാലം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ പോകുമ്പോൾ ബാക്കി പെയിൻറ്റ് മേടിച്ചിട്ട് പിന്നെ അടിക്കാനാക്കാം. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. Thank you. Have a nice day.